സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ പ്രഭാതത്തെങ്കിൽ ഈ ഇൻക്രൈസ്റ്റ് ഫെലോഷിപ്പിൽ വീണ്ടും പരിശുദ്ധാത്മാവിനെ കൂട്ടിവരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും നൽകി. എത്ര പേർ ക്രിസ്തുവിൽ സന്തോഷമായിരിക്കുന്നു? ഇന്ന് പകലും പരിശുദ്ധാത്മാവ് അതിനേക്കാൾ ഉപരിയായി സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ആ സന്തോഷം അനുഭവിച്ച, ക്രിസ്തുവിൽ സന്തോഷം അനുഭവിച്ച പൗലോസ് എന്നൊരു വ്യക്തി അത് എഴുതിയ ഒരു വാചകമാണ്. സന്തോഷിപ്പിൻ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷം അനുഭവിച്ച ആർക്കും അത് അനുഭവിച്ച ആർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വലിയൊരു ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വലിയൊരു കൃപ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ അത് സ്വീകരിക്കുക. ഒരുമിച്ച് എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. 1-2 മിനിറ്റുകൾ മാത്രം എല്ലാ കണ്ണുകളും അടച്ച് ആ പരിശുദ്ധാത്മാവിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തെങ്കിൽ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, ഈ ദിവസം മുഴുവനും എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ ചിന്തകൾ, ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ എല്ലാം പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാകുവാൻ, യേശുവിനെ മഹത്വപ്പെടുത്തുന്നതാകുവാൻ എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഞാൻ സംസാരിക്കുന്നത്, ഞാനൊരു രോഗിയോട് ഇന്ന് പകൽ സംസാരിച്ചാൽ അത് സൗഖ്യമായി മാറുവാൻ, ഇന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നത് യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതായി മാറി തീരുവാൻ ഒരുമിച്ച് ഇന്ന് പകൽ നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ പ്രഭാതത്തെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒരു പുതിയ മനുഷ്യനായി മാറ്റണമേ എന്ന് കഴിഞ്ഞ മണിക്കൂറുകൾ പോലെയല്ല, കഴിഞ്ഞ ദിവസങ്ങൾ പോലെയല്ല, ഇന്ന് ഈ പ്രഭാതം മുതൽ എന്നെ ഒരു വ്യത്യസ്തയായി തീർക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാട്ടിൽ കഥാവ് എൻ്റെ നോട്ടം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സംസാരം എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാട്ടെ. ഇന്ന് പകൽ എൻ്റെ കർത്താവിന് പ്രീതിയുള്ളതായി മാറുവാൻ ഞങ്ങളെ തന്നെ മുഴുവനുമായി ഇന്ന് പകൽ ഏൽപ്പിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവ് എന്നെ മുഴുവനുമായി കൺട്രോൾ ചെയ്യണമേ ഏൽപ്പിച്ചു കൊടുത്ത നബി അതൽമവേദ രക്ഷ പ്രവചനം തുനജനാദരക ഷ്യഹൽമരാധുനുഗോസ് മേക്കെറ്റ് ലറൂഷി ഹിൽമരാധന ആൽബ്രഹസ് മാറ്റാലറൂഷകാത്മരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഏകാഗ്രതയെ നശിപ്പിച്ച് കളയുന്ന എല്ലാ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കീഴാക്കുകയാണ്, അതിനെ കീഴടക്കുകയാണ്. അതൽമവേദരക്ഷം വചനം ഇന്ന് ഈ പ്രഭാതത്തിൽ അതിന്റെ നിലവാരത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് ഒരുങ്ങിയ ആ നിലത്തിന്മേൽ വിത്ത് വീഴുന്നത് പോലെ ആ വീണ വിത്ത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത് പോലെ, യജമാൻ ആഗ്രഹിക്കുന്ന ആ ഫലം കായ്ക്കുന്നത് പോലെ ഈ പ്രഭാതത്തിങ്കിൽ ഈ വീഴുന്ന വിത്തുകൾ തക്ക സമയത്ത് ഞങ്ങളുടെ യജമാനായ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഫലം കായ്ക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ബലപ്പെടുത്തിയാട്ടെ, ആത്മാവിൽ ശക്തീകരിച്ചാട്ടെ. ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, 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 ആമേൻ. സന്തോഷത്തോടെ ഇന്ന് ഈ പ്രഭാതത്തിൽ കത്താൻ മഹത്വം കൊടുത്താട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നാം ഇപ്പൊ ഈ ഫെലോഷിപ്പിന്റെ പേര് ഇൻ ഗ്രേസ് ഫെലോഷിപ്പ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഇൻഗ്രേസ് പ്രയർ ഫെലോഷിപ്പ്, നല്ലൊരു തീം പരിശുദ്ധാത്മ നൽകിയിരിക്കുകയാണ്. സോ അതനുസരിച്ച് കർത്താവ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്ന സൂം മീറ്റിംഗ് വളരെ ദൈവാസിക്കാൻ നന്ദി പറയുന്നു. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിൽ ആ സ്നേഹത്തെ നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവം ദാസി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയൊരു കൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ കർത്താവ് പകരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാൻ എനിക്ക് തന്ന ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദിവസങ്ങളിൽ ആ വേഗത്തിൽ താന്നിപ്പാൻ ആഗ്രഹിക്കുന്നത് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13, 14, 15 വായിച്ചാട്ടെ. പിന്നെ അവൻ തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികിൽ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരി വരെ നിയമിച്ചു. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബ്. മതി 13, 14, 15 മതി. നിങ്ങൾ വചനം
ഞാൻ വിശ്വസിക്കും നിങ്ങളിത് മുമ്പേ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്തോ നിങ്ങളോട് സംസാരിക്കാൻ, വ്യത്യസ്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവൻ അവന്റെ അരികെ വന്നു. അവർ അവന്റെ അരികെ വന്നു. നിങ്ങൾ നോക്കിയ ഈ 13-ാമത്തെ വചനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. പിന്നെ അവൻ, ആരാണ് അവൻ? യേശു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. ഈ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു എന്ന് തിരുവചനം പറയുമ്പം എന്തിനാണ് യേശു കർത്താവ് മലയിൽ കയറിയത്? വചനം വ്യക്തമായി പറയുന്നുണ്ട്, അനേക സ്ഥലത്ത് പറയുന്നുണ്ട്, അവൻ തനിച്ചിരിക്കേണ്ടതിന് ഒരു മലയിൽ കയറി. ആരുമായി തനിച്ചിരിക്കുന്നു? പിതാവുമായി തനിച്ചിരിക്കാൻ. തന്നെ അയച്ച ഈ ഭൂമിയിലേക്ക്, ഏത് ദൗത്യത്തിലേക്ക് തന്റെ പുത്രൻ എന്നെ അയച്ചോ, എന്തൊക്കെ ചെയ്ത് തീർക്കുവാൻ വേണ്ടി അയച്ചോ, ആ പിതാവിന്റെ കൂടെ ഇരിക്കാനാണ് ഈ യേശു കർത്താവ് മലയിൽ കയറിയത്. അടുത്ത പറഞ്ഞു, തനിക്ക് ബോധിച്ചവരെ എന്ന് വെച്ചാൽ ഈ മലയിൽ കയറിയും തനിക്ക് ബോധിച്ചവരെയും ഈ വാക്കിന് നടുവിൽ ഒരു വലിയൊരു പ്രോസസ് നടന്നിട്ടുണ്ട്. ഒരു വലിയൊരു സംഭാഷണം നടന്നിരിക്കുകയാണ്. ശരിയല്ലേ ഞാൻ പറയുന്നേ? അങ്ങനെ ചുമ്മാ നമ്മളെ സെലക്ട് ചെയ്തിട്ടില്ല, നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ല കർത്താവ്. തനിക്ക് ബോധിച്ചത്, കർത്താവിന് ബോധിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കുന്നത്. അവൻ നമ്മളെ ബോധിച്ചത് കൊണ്ടാണ്, മറ്റു വചനത്തിൽ പറയുന്നത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മറ്റാരിലും നമ്മൾ അധികമായി യേശു കർത്താവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നാം അവനെ ആരാധിക്കുന്നത്. ആ ഇഷ്ടം നമുക്കും തിരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത് സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. ശരിയല്ലേ? സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സന്തോഷിച്ചും ഒത്തിരി കർത്താവിനോട് സംസാരിക്കും, അല്ലേ? പക്ഷേ എൻ്റെ യേശു കർത്താവ് അങ്ങനെയല്ലായിരുന്നു. താൻ അടുത്ത ദിവസം മരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിട്ടും അടുത്ത ദിവസം എന്നെ കാൽവറിയിൽ എന്നെ ക്രൂശിക്കുമെന്ന്, തന്റെ ജീവൻ തന്റെ ശരീരത്തിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായിട്ട് പോലും യേശു കർത്താവ് തന്റെ പിതാവുമായുള്ള ബന്ധം വിടാൻ ഗെത്സമനയിൽ വെച്ച് കർത്താവിന്റെ ഓരോ വേർപ്പ് തുള്ളികളും രക്തമായി എന്ത് ചെയ്യുക, മാറി വീഴുകയാണ്. ആ ബന്ധം, ആ ഒറ്റയ്ക്കിരിക്കുന്ന ആ സ്വഭാവം മാറ്റുവാൻ യേശുവിന് കഴിഞ്ഞില്ല. ഇന്ന് ഈ പ്രഭാതത്തിങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്, ആ പിതാവുമായി ഒറ്റയ്ക്കിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരിനെ തിരയുകയാണ്. എന്തോ പരിശുദ്ധാത്മാവ് ചിലത് കൈമാറുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ഉണർവിലേക്ക് നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ചിലർ ഒരു പങ്കാളികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം, പിതാവുമായി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളെ പങ്കുവയ്ക്കുന്ന, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ പിതാവിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യങ്ങളെ മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് പരിശുദ്ധാത്മാവ് റെഡിയാണ്. പക്ഷെ നാം എവിടെയോ ബിസിയാണ്, തിരക്കിലാണ്. ഈ പ്രഭാതത്തിങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ അവരേക്ക് പ്രവചിക്കുകയാണ്. ഇന്ന് പകൽ ആ തനിച്ചിരിക്കുന്ന, എവിടേക്കും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ തനിച്ചിരിക്കുന്ന പ്രാർത്ഥന ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. അതാ ഈ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ രക്ഷയും സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ആ രക്ഷിക്കപ്പെട്ടു വന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. നമ്മൾ ആ സ്നാനക്കടലിൽ കയറി വരുന്നപ്പോഴത്തേക്ക് ആ 1 മാസം 2-3 മാസമൊക്കെ നാം ദൈവമായുള്ള ബന്ധം, ആ പിതാവുമായുള്ള ബന്ധം എന്തിനാണ്, ഏത് ഉദ്ദേശത്തിലാണ് പിതാവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്, ഒത്തിരി ദൗത്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്, എനിക്കത് പൂർത്തീകരിക്കണമെന്ന പല ചിന്തകളുമായി നാം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചപ്പോഴേ നാം ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരയുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് എവിടേക്കോ ആ പ്രാർത്ഥന, ഇന്ന് ദീപം മങ്ങിപ്പോയി. എവിടേക്കോ ആ പിതാവുമായുള്ള ബന്ധം, നമ്മൾ ഉപവസിക്കുന്നുണ്ട്, ശരി തന്നെ. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ ഇരിക്കുക, വെറുതെ പട്ടിണി കിടക്കുന്നതല്ല ഉപവാസം. ആ ഉപവാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡാ കേട്ടോ. ഉപവാസം എന്ന് പറഞ്ഞ് നമ്മളെല്ലാ ജോലിയും ചെയ്തിട്ട് അവസാനം വരുമ്പോഴത്തേക്ക് സമയവും ഒന്നും ഇല്ല, പക്ഷെ പട്ടിണിയാണ്, ഒന്നും കഴിക്കുന്നില്ല, ശരി തന്നെ.
പക്ഷെ ഉപവസിക്കുന്നില്ല, കഴിക്കുന്നില്ല. അത് ഉപവാസമാണ്, ശരി തന്നെയാ. പക്ഷെ കർത്താവിനോട് കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും എന്തില്ല, നമുക്കില്ല. അങ്ങനെ ഇരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ പിതാവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ അടുത്തിരിക്കണം. നമുക്ക് യേശു കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ, നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ കാര്യം ചെറിയ കാര്യമല്ല. ഈ എങ്ങനെ തെരഞ്ഞെടുത്ത യേശു കർത്താവ്? നിങ്ങൾ മലയിൽ കയറി കർത്താവ് പ്രാർത്ഥിച്ച് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് പിതാവ് പറഞ്ഞു കാണും അല്ലേ, ഈ 12 പേരെ തെരഞ്ഞെടുക്കുക, അവരുടെ പേരും പിതാവ് പറഞ്ഞു കാണും. സോ ആ പിതാവ് പറഞ്ഞ അനുസരിച്ചാണ് പുത്രൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? യേശു തന്റെ ഇഷ്ടത്താൽ ഒന്നും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. പിതാവിന്റെ ആ ആലോചന പ്രകാരം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പിതാവ് സംസാരിക്കണമെങ്കിൽ താൻ എത്രത്തോളം പിതാവുമായുള്ള അടുപ്പം ഓർത്ത് നോക്കി. എത്ര പേര് യേശുവായിട്ട് അടുപ്പമുണ്ട്? എത്ര പേര് പരിശുദ്ധാത്മാവുമായി നമ്മൾ അടുക്കുന്നുണ്ട്? ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാം ഇവിടെ കയറിയിരിക്കുകയാണ്, നമ്മളെല്ലാം ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. ഇതായത് എത്ര പേർക്ക് പിതാവുമായുള്ള അത്ര അടുപ്പമുണ്ട്? പിതാവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു, യേശു നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത്. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ തനിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആ 14-ാം വാക്യം വായിച്ചേ. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും കേട്ടോ, ഒന്ന് മതി ആൻറ്റി. ഒന്നാമത്തെ കാര്യം യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? തന്നോട് കൂടെ ഇരിക്കാൻ. എന്ന് പറഞ്ഞാൽ, ഞാൻ പിതാവിനോട് കാണിച്ചതുപോലെ, ഞാൻ നിങ്ങൾക്ക് മാതൃകയായി കാണിച്ചതുപോലെ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം. ഇതാരാ പറയുന്നേ? യേശുവാ പറയുന്നത്. നിങ്ങൾ എന്നോട് കൂടെ, നീ എൻ്റെ കൂടെ ഇരിക്കണമെന്ന്. എനിക്ക് ചിലത് കൈമാറുവാനുണ്ടെന്ന്, എനിക്ക് ചില ദർശനങ്ങൾ നിനക്ക് തരുവാനുണ്ട്, എനിക്ക് ചില പ്രോജക്റ്റുകൾ നിനക്ക് കൈമാറുവാനുണ്ട്. ഈ കാലത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പങ്കുവയ്ക്കുവാനുണ്ടെന്ന്. അതിന് നീ എന്നോട് കൂടെ തനിച്ചിരിക്കണം. ഈ പ്രഭാതത്തെങ്കിൽ ആരൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തുകൊള്ള സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ആരൊക്കെയോ കൂടെ ഒന്ന് വ്യക്തിപരമായി സമയം വേർതിരിക്കുവാൻ ആലോചന കൈമാറുകയാണ്. എന്തൊക്കെയോ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം, ഇന്ന് തന്നെ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ വിടുതലുകൾ സംഭവിക്കും. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ രാജ്യം നിങ്ങളിലൂടെ പണിതുയർത്തുവാൻ, പിശാചിന്റെ രാജ്യത്തെ ഇടിച്ചു കളയുവാൻ ചിലരെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ഇന്ന് പകൽ തിരയുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ, ഈ പ്രഭാതം എത്ര പേർ റെഡിയാണ്? കർത്താവ്, ഞാൻ തനിച്ചിരിക്കുവാൻ, എനിക്ക് നിന്നോട് കൂടി ഇരിക്കുവാൻ ഞാൻ റെഡിയാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങളുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് അവന്റെ രഹസ്യങ്ങളെ കർത്താവ്, ആ അത്ര ദൈവത്തിന്റെ ആഗ്രഹം കണ്ടോ? എനിക്ക് തന്നോട് കൂടെ ഇരിക്കുവാനാ ഞാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. അവചനം പറഞ്ഞുണ്ടോ? തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ ബോധിച്ചത്? ഇവൻ എൻ്റെ കൂടെ ഇരിക്കുമെന്ന വിശ്വാസം. പക്ഷെ നമുക്കതില്ല. എൻ്റെ കൂടെ ഇരിക്കും, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, എൻ്റെ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എനിക്ക് അവനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കൈമാറുവാനുണ്ട്. തന്നോടുകൂടെ ഇരുന്നത് കൊണ്ടാണ് ആദമിന് സകല അധികാരം ലഭിച്ചത്. ശരിയല്ലേ? ഒടുക്കത്തെ ആദാമ യേശു കർത്താവ് വന്നപ്പോൾ വചനം പറയും, പിതാവ് സകല അധികാരം ആർക്ക് കൊടുത്തു? യേശു കർത്താവിന് കൊടുത്തു. അല്ലേ? ഈ തന്നോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, അവനോട് കൂടെ ഇരുന്ന മോശയ്ക്കാണ് അവന്റെ തേജസ് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. തന്നോടുകൂടെ ഇരുന്ന ഏലിയാവിനെയാണ് ആ അഗ്നിരഥം വന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയത്. തന്നോട് കൂടെ നടന്ന ഹാനോക്കിനെയാണ് കർത്താവിന് മരണം കാണാതെ എടുക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തെങ്കിൽ
കർത്താവ് ആഗ്രഹിക്കുന്നത് അവനോട് കൂടെ ഇരിക്കുവാൻ എത്ര പേർ റെഡിയാണ്? തനിച്ചിരിക്കുവാൻ, രഹസ്യങ്ങൾ കൈമാറുവാൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്ത് രഹസ്യമാണ് കർത്താവിന് പറയാനുള്ളത്? ഉണ്ട്, നിങ്ങളോട് രഹസ്യം മാത്രമേ അവന് പറയാനുള്ളൂ. കാരണം അത്രയ്ക്കും ഇഷ്ടമാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിന്. നമ്മളെ ഉപയോഗിക്കാൻ പോവാ കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചോ? അയ്യോ ഞങ്ങള് സ്ത്രീകളല്ലേ? അല്ല, കർത്താവിന് വിശ്വാസികളെ ആവശ്യമില്ല. യേശുവിന് ശിഷ്യന്മാരെയാണ് ആവശ്യം. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്ത് ചെയ്യണം? വിശ്വാസികളെ ഉണ്ടാക്കണമാണ് പറഞ്ഞത്. അല്ല, ശിഷ്യന്മാരെ ഉളവാക്കണം. നിങ്ങളെല്ലാം ശിഷ്യന്മാരെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വിശ്വാസികളെ അയച്ചിട്ടില്ല അത്ഭുതങ്ങൾ ചെയ്യാൻ, ശിഷ്യന്മാരെ അയച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ തലത്തിലേക്ക് വരാനാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ശിഷ്യന്മാരാണ്. ഇന്ന് പകൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ചില ഗ്രാമങ്ങളിലേക്കും ചില പട്ടണങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് അയക്കും. നിങ്ങളുടെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണമെങ്കിൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വേണം കേട്ടോ. കർത്താവ് തന്നെ അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വെച്ചു. ഒന്ന്, എന്തിനാണ് എന്തിനാണ് എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഒന്ന്, തന്നോടുകൂടെ ഇരിക്കാൻ. ഇപ്പൊ തന്നോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്ന കണ്ടോ? പ്രസംഗിക്കേണ്ടതിനെ അയപ്പാനും. മനസ്സിലാകുന്നുണ്ടോ? എത്രയൊക്കെ മനസ്സിലായി? ഇപ്പൊ തന്നോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ അടുത്ത ഒരു പടി ഉയരുകയാണ്. പ്രസംഗിക്കേണ്ടതിന് അയക്കുക. ചുമ്മാ പ്രസംഗമല്ല, വെളിപ്പാടുകളാൽ നിറഞ്ഞ ഒരു തലം. ഇതുവരെ കേരളത്തിൽ ആരും, ഇന്ത്യയിൽ ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർക്ക് തുറന്നു തരും, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? കർത്താവിനോട് കൂടെ ഇരിക്കുന്നവരുടെ പ്രസംഗവും അവരുടെ ശൈലിയും ഭയങ്കര വ്യത്യസ്തമായിരിക്കും. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തുവോ അതെല്ലാം അവരിലൂടെ ചെയ്യുവാൻ കർത്താവിന് സാധ്യമാണ്. കാരണം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിനക്ക് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. അവരെ ഞാൻ തിരിച്ചു പറയുകയാണ്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന്. നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിക്കുവാൻ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. പരിശുദ്ധാത്മാവിന് കഴിയാത്തതായി ഒന്നുമില്ലെന്ന്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന ആ തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ എവിടേക്കോ മാറ്റിക്കൊണ്ടുവരികയാണ്. യേശുവിന് അധികാരമുള്ളെന്ന്. ചിലരെ പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പ്രഭാതത്തിങ്കിൽ ഇതിനകത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിടേക്ക് ഒരു സെലക്ഷൻ നടക്കുകയാണ്. തന്നോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നിന്നെ പ്രസംഗിക്കാൻ കർത്താവ് അയക്കും. അത് ഗ്രാമങ്ങളാകാം, പട്ടണങ്ങളാകാം, രാജ്യങ്ങളാകാം. അങ്ങനെ നിങ്ങളുടെ തലങ്ങളെ പരിശുദ്ധാത്മാവ് പതിയെ മാറ്റും. സാഹചര്യങ്ങളെ ദൈവാത്മാവ് തിരിക്കും. സാഹചര്യങ്ങളെ തിരിക്കുവാൻ യേശുവിനെ പോലെ ആരും ഇല്ല. കാരണം ഞാനത് പറയാൻ കാരണം, നാം എവിടെ നമ്മൾ അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നുവോ അവിടെ നമ്മൾ ദൈവം തുടങ്ങും. അതാണ് നമ്മുടെ ദൈവം, നമ്മുടെ യേശു കർത്താവ്. ഇവിടെ അവസാനിച്ചു നാം പറയുമ്പോൾ അവിടുന്ന് യേശു കർത്താവ് തുടങ്ങത്തുള്ളൂ. നമ്മൾ നോക്കിയാൽ അപ്പോൾ തന്നോട് കൂടെ ഇരിക്കാൻ, അടുത്ത് പ്രസംഗിക്കാൻ, അവരെ അയക്കാൻ. അടുത്ത 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകും. അപ്പം ഇത് മൂന്നാമത് കാര്യം ഏതാണ് പറയുന്നത്? ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 വരെ നിയമിച്ചു. അപ്പോൾ ഒരു നിയമനം അവിടെ നടക്കുകയാണ്.
പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആ ബന്ധം കഴിഞ്ഞ് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു തൻ്റെ ദൈവിക ആലോചന പ്രാപിച്ച് താഴെ വന്നപ്പോൾ നോക്കിയാലത് പറയുന്നത് എങ്ങനെയാണ്? പ്രസംഗിക്കേണ്ടത് തന്നോട് ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടത് അയക്കുവാനും, അല്ലെ, ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരം ഉണ്ടാകുവാനും, അല്ലേ? നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഈ രോഗികളെ സൗഖ്യമാക്കുന്ന വാക്കുകളും ഉണ്ട്. അതിനകത്തുണ്ടോ ആൻറ്റി? ഇല്ല. അതിൻ്റെ അകത്തില്ല. പക്ഷെ ഇംഗ്ലീഷിലും തമിഴിലും അതുണ്ട്. ഇംഗ്ലീഷിലും തമിഴിലും അതിൻ്റെ അകത്ത് വീണ്ടും കിടപ്പുണ്ട്. അത് പറഞ്ഞ് ടു ഹാവ് പവർ ടു ഹീൽ സിക്നെസ് എന്ന് എഴുതിയിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുവാനും എന്നൊരു വാക്ക് ബൈബിളിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുക അധികാരം ലഭിച്ചെന്ന് പറയുന്നത്. 4 കാര്യങ്ങൾ യേശുവിനോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പ്രവചനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവചനത്തിന്റെ ആ വരം പകർന്നു കഴിഞ്ഞിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് രോഗികളെ സൗഖ്യമാക്കുന്ന കൃപകൾ അകത്ത് പകർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഉള്ളതാണ്. ശരിയാണ് ഞാൻ പറയുന്നത്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് വെച്ചാൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എവിടെ ഉണ്ടെന്ന്? നിങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്നും ഇത്ര വിശ്വസിക്കുന്നുണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ എനിക്കും കഴിയുമെന്ന്. രോഗികളെ സൗഖ്യമാക്കാൻ എനിക്കും കഴിയുമെന്ന്. ഈ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുപോയി എന്ന് പൗലോസിൽ നോക്കി പറയണമെങ്കിൽ അവനിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ ശക്തി എത്രത്തോളമായിരിക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ ആ ദൈവശക്തി, കാരണം മറ്റാരിലും അധികമായി പൗലോസ് പറഞ്ഞു, ഞാൻ അന്യഭാഷ എന്ത് ചെയ്യും? സംസാരിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ ഞാനാണ് അന്യഭാഷയിൽ സംസാരിക്കുന്ന ആരാ പറഞ്ഞത്? പൗലോസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ എത്ര ദൈവമായുള്ള ആഴത്തുള്ള ബന്ധം ഉണ്ടായിരിക്കും. ഇന്ന് രാത്രിയും എനിക്കറിയത്തില്ല, എവിടേക്കോ ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും പ്രാർത്ഥനയുടെ തലത്തിൽ നിന്നും എവിടേക്കോ ഒത്തിരി നിങ്ങളിരിക്കുന്ന ചിലർ ഒത്തിരി ഡൗൺ ആയി നിൽക്കുക. ആ ബന്ധത്തിൽ നിന്ന് എനിക്കറിയാം, ഞാൻ ആത്മാവിൽ അത് വിവേചിക്കുകയാണ്. ഞാൻ ആത്മാവിൽ എന്നെ ഒരു പ്രവാചകനായി പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ആ പിതാവുമായുള്ള ബന്ധത്തിലിരിക്കുന്ന എനിക്ക് വ്യക്തമായി എനിക്ക് ഇന്ന് രാത്രിക്കാലത്ത് അറിയാൻ എൻ്റെ ആത്മാവിൽ ഇത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് ഒത്തിരി പേർ അകന്ന് ഒരു ഗ്യാപ്പ് വന്ന പോലെ, വലിയൊരു വിള്ളൽ വന്നതുപോലെ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പിതാവുമായുള്ള ബന്ധം ഇല്ലാതെ, ആ പ്രാർത്ഥന ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ ഇന്ന് തിരക്കുകൾ മുഖാന്തരം എവിടേക്കോ ഒത്തിരി മാറി നിൽക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ അത് വിവേചിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് നിന്നെക്കുറിച്ച് ആവശ്യമുണ്ടെന്ന് ദൈവാത്മാ പറയുകയാണ്. എനിക്ക് നിങ്ങളെ വേണമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. എനിക്ക് നിങ്ങളെ ഉപയോഗിക്കണമെന്നും ഈ അന്ത്യകാലഘട്ടം കാണാൻ പോകുന്ന ഉണർവിന്റെ അകത്ത് എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന്, എനിക്കിതിനെ ഉപയോഗിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ തിരഞ്ഞെടുത്തത് ചില രോഗികളെ സൗഖ്യമാക്കുവാനും. ഇന്ന് പകൽ എനിക്ക് എൻ്റെ വെളിപ്പാടുകൾ, എൻ്റെ രഹസ്യങ്ങൾ നിന്റെ നാവിലൂടെ പുറത്തയക്കുവാനും, ഈ ദേശത്തെ അറിയിക്കുവാനും, പട്ടണങ്ങൾക്ക് അറിയിക്കുവാനും, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിന്നിലൂടെ ഈ ദേശത്തിലേക്ക് ഞാൻ പ്രദർശിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ആരൊക്കെ നോക്കി പ്രവചിക്കുകയാണ്. അദൽമ വേദരക്ഷ പ്രവചനം തുന ജനാധരക ഷഹാൽമാരാധനാകസി റാറ്റാല ബ്രഹാൽമാരാധുനി ബിഹേൽ പ്രഭു ഷഹാൽമാരാധന അതരക. എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തതിനുള്ള അതിന്റെ ക്ലിയർ ആയുള്ള ഒരു ഡെഫിനിഷൻ പരിശുദ്ധാത്മ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് അവനോട് കൂടെ ഇരിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 40 ദിവസങ്ങൾ പിതാവിനോട് കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, രാത്രിയില്ല പകലില്ല എന്ന് പറഞ്ഞ ഒരു മലയുടെ ഇടുക്കിൽ ചെന്നിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, മോശ എന്നൊരു വ്യക്തി, അവനെ ഒരിക്കലും ദൈവത്തിന് ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല. ആ ഒരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക്
എന്താ നിനക്ക് വേണ്ടതെന്ന് ദൈവം ചോദിച്ചപ്പോൾ മോശ പറഞ്ഞു, എനിക്കിതിന്റെ മഹത്വം ഒന്ന് കാണണം. വേറെ ഒന്നും ചോദിച്ചില്ല കേട്ടോ, എനിക്കിതിന്റെ മഹത്വം ഒന്ന് കാണണം. തന്നോട് കൂടെ ഇരിക്കുന്ന വ്യക്തിയോട് അത് ഞാൻ മഹത്വം കാണിക്കത്തില്ല എന്ന് പറയാൻ ദൈവത്തിന് മനസ്സ് വന്നില്ലെന്ന്. മനസ്സിലായോ? അവനോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് അവൻ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മോശ ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതമായി താൻ പ്രാപിക്കുകയും അത് കാണുകയും ചെയ്തു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ പ്രഭാതത്തിങ്കിൽ നിങ്ങൾ അവനോട് കൂടെ ഇരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, അവനോട് കൂടെ വസിക്കുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ അവന്റെ മഹത്വത്തെ ചിലർക്ക് ദൈവാത്മാവ് കാണിച്ചു തരും. ഇന്ന് എനിക്കറിയത്തില്ല, ചിലരേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എവിടേക്കോ ചിലത് കൈമാറുകയെന്ന് പകൽക്കാലം നിങ്ങൾ അറിയാതെ. ഈ പ്രഭാതത്തിങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ എനിക്കറിയാം, വ്യക്തമായി ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു, ചിലമേൽ അറിയാതെ കൈമാറിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ആ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പരിവർത്തിക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ ആറയ്ക്ക് മേൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ തലങ്ങളും എവിടേക്കോ ആത്മമനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്നു. ആത്മാവിൽ വിവേചിക്കുമ്പോൾ ഇന്ന് രാത്രിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്ന പ്രഭാതമാകട്ടോ. ഈ പ്രഭാതം അകത്തെ മനുഷ്യൻ ആരൊക്കെയോ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ശബ്ദമാട്ടോ. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിങ്കിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ അകത്ത് കർത്താവിന്റെ പ്രകാശം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ദൈവിക മറുപടികൾ വെളിപ്പെടുകയാണ്. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന തലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആർക്കൊക്കെ തിരിച്ചു തരുന്നു. ആ രക്ഷയുടെ സന്തോഷത്തെ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു തരുന്നു. ഇവിടെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ ഈ മോശ ഇരുന്ന പോലെ ഉപവസിച്ച് നമുക്ക് എന്ന് വെച്ചാൽ മറുപടികളൊന്നും ഇല്ലല്ലോ ദൈവമേ, എന്താ ഒരു മരവിപ്പ് പോലെയൊക്കെ ഉള്ളതിൻ്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി അവരോടുള്ള ദൈവശബ്ദമാണ്, എൻ്റെ മഹത്വം നീ കാണാൻ പോവുക. എൻ്റെ സാന്നിധ്യം നിനക്ക് മുൻപാകെ പുറപ്പെടാൻ പോകുന്നു. എൻ്റെ സാന്നിധ്യം നിനക്ക് നിന്റെ കൂടെ അത് യാത്രയാകാൻ പോവുകയാണ്. നിന്റെ യാത്ര തുടരുക കേട്ടോ. ദൈവമായുള്ളൊരു യാത്ര, ആ ദൈവ സാന്നിധ്യത്തോടുള്ള യാത്ര ദൈവാത്മാവ് ഇന്ന് ആർമേൽ കൈമാറുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഷൈല ജോഷി എന്ന ആ ഡിവൈസിലിരിക്കുന്ന ആന്റിയുടെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പ്രവചിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ ഇങ്ങനെ പ്രാർത്ഥന ഒരു കൂമ്പാരമായി കിടക്കുക. ഒത്തിരി കുന്ന് 1, കുന്ന് 2, കുന്ന് 3, ഇതിലൊന്നും മറുപടികൾ ലഭിക്കും. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോഴും ഇതിനൊക്കെ ഒരു മറുപടികൾ ഇല്ലല്ലോ എന്ന് പലപ്പോഴും ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തെങ്കിൽ പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു, എൻ്റെ മഹത്വം നീ കാണും. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പുറപ്പെടും. ഇനി നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പ്രവചിക്കുന്നു. എന്തോ ഒരിക്കത്തില്ല, ഒരുമിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ വരാൻ തയ്യാറായാൽ, നീ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള യാത്ര തുടരാം.
കർത്താവ്, ഞാൻ പ്രിയ മകളെ ബ്ലസ് ചെയ്യുകയാണ്. ബ്ലസ് ചെയ്യുക. നീ കണ്ടതിനായി സ്തോത്രം, നീ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ബിനാന്റിയുടെ ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു, നീ രോഗിയുടെ മേൽ കൈവച്ചാൽ ആ രോഗം മാറിയിരിക്കും. ആ രോഗത്തിന് ഭയമാണെന്ന് പരിശുദ്ധാത്മ പറയുന്നു. കാരണം അത് വെക്കുന്നത് നിന്റെ കരമല്ല, അത് എന്റെ കരമാണ് പരിശുദ്ധാത്മ പറയുന്നു. എനിക്കതിൽ ആന്റി ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ നിങ്ങളുടെ നാവിലൊരു ശബ്ദം പുറപ്പെടുമ്പോഴത്തേക്കും ഈ അകത്തെ ഉള്ള മനുഷ്യൻ അവൻ ബലം പ്രാപിക്കുന്ന, ശക്തി പ്രാപിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എലിസബത്ത് മറിയെടുത്ത് വന്ദനം ചൊല്ലാൻ വരുമ്പം എലിസബത്ത് വന്ന് ആ എലിസബത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞ് യോഹന്നാൻ അല്ലേ, അപ്പൊ മറിയ വന്ന് എലിസബത്തിന് വന്ദനം ചൊല്ലുക. വന്ദനം ചൊല്ലിയപ്പോഴത്തേക്കും ആ വാക്ക് അതരത്തിൽ നിന്ന് പോയപ്പോഴേക്കും അകത്തിരുന്ന് ഉദരത്തിൽ കിടന്ന് പിള്ള തുള്ളി എന്ന് പറയുന്ന പോലെ നിങ്ങളൊരു വന്ദനം ചൊല്ലുമ്പോഴത്തേക്കും, നിങ്ങളൊരു സ്തോത്രം ഒരാളുടെ പറയുമ്പോഴത്തേക്കും അകത്തിരിക്കുന്ന എവിടേക്കോ ആ പിള്ള തുള്ളുന്നതായും, അതിന്റെ അർത്ഥം അകത്തെ മനുഷ്യൻ പെട്ടെന്ന് സെൻസ് ചെയ്യും, സ്പാർക്ക് അടിക്കുന്ന പോലെ. ആ ഒരു അഭിഷേകത്തെയാണ് നിങ്ങൾ ചുമക്കുന്നത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ വന്ദനത്തിന്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ സ്തോത്രത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, അകത്തെ മനുഷ്യനെ കത്തിക്കുന്ന ഒരു അഭിഷേകം അകത്തുണ്ട്. പ്രവചനം ധുനജന. ഈ പ്രഭാതത്തിങ്കിൽ എനിക്കത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവ് ആ നഷ്ടപ്പെട്ടു പോയ റിലേഷനെ ദൈവാത്മാവ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലരോട് പ്രവചിക്കുകയാണ്. ആ ദൈവാത്മാവ് തിരിച്ചു തരിക. നിങ്ങൾ ആഗ്രഹിക്കണം കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ ആ ബന്ധം തിരിച്ച് റീകണക്ട് ആകത്തുള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഒന്ന്, തന്നോട് കൂടെ ഇരിക്കണം. അതാണ് ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാന് നിങ്ങളെ കുറിച്ചുള്ള. രണ്ടാമത്തെ പ്ലാന് പ്രസംഗിക്കാൻ അയക്കണം. കാരണം എൻ്റെ രഹസ്യങ്ങളെ ചുമ്മാ വെറുതെ അങ്ങനെ ആർക്കും എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും വെറുതെ ഒരുവനോട് പ്രാർത്ഥിക്കാതെ ചുമ്മാ നടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് കൈമാറാൻ താല്പര്യമില്ല. പ്രാർത്ഥന ലൈഫില്ലാതെ, വിശുദ്ധിയുടെ ലൈഫില്ലാതെ, യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് ലൈഫ് നയിക്കാത്ത ഒരു വ്യക്തിയോട് ദൈവത്തിന് തന്റെ രഹസ്യങ്ങളും തന്റെ പദ്ധതികളും കൈമാറുവാൻ പിതാവിന്, പരിശുദ്ധാത്മാവിന് താല്പര്യമില്ല. അവനോട് കൂടെ ഇരിക്കുവാനും തന്നോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്ന, ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ആ വ്യക്തിയിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിന് അവന്റെ രഹസ്യങ്ങളെ കൈമാറാൻ ആഗ്രഹമുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ ആഗ്രഹിച്ച്, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു അസാധാരണ വ്യക്തിയായി ദൈവാത്മാവ് തിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്ഭുതമാണെന്ന്? നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ ഒരു ആ മനുഷ്യന്റെ ആത്മാവിനെ വഹിക്കുന്ന ആളാണ്. നിങ്ങൾ സൂപ്പർ നാച്ചുറൽ തന്നെയാണ്. ഒന്ന്, അവനോട് കൂടെ ഒന്ന് ഇരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം, കർത്താവ് പ്രസംഗിക്കാൻ അയക്കണം. ഈ പ്രസംഗിക്കണമെങ്കിൽ കഥയും പ്രസംഗിക്കാം അല്ലെ. പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് ആത്മാവിനും പ്രസംഗിക്കാം, ജഡത്തിനും എന്ത് ചെയ്യാം, പ്രസംഗിക്കാം. പക്ഷെ ആത്മാവിനുള്ള പ്രസംഗം മാത്രമേ ഒരു ആത്മാവിന് എന്ത് ചെയ്യത്തുള്ളൂ, തുടത്തുള്ളൂ. മരിച്ചു കിടക്കുന്ന ഒരു ആത്മാവ് എന്ന് വെച്ചാൽ
ആത്മീക മരണം സംഭവിച്ച ഒരു ആത്മാവിനെ ജീവിപ്പിക്കണമെങ്കിൽ നിന്റെ പ്രസംഗം ആത്മാവുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ജീവനുള്ളതായിരിക്കണം. ഈ പ്രഭാതത്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ജീവനുള്ളതായി മാറണം. ഒറ്റൊരു പ്രവാചകൻ ഒരു താഴ്വരയ്ക്കകത്ത് കർത്താവ് അയച്ചു വിട്ടു. ഒരു പ്രവാചകനെ ഒരു അസ്ഥി കൂമ്പാരങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചു. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്യുക? നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകത്തെ നീ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അവിടെ പോയി ചോദ്യങ്ങൾ ചോദിച്ച് നിൽക്കുവാനല്ല പ്രവാചകനെ ദൈവം നിന്നെ അയച്ചത്. ഇതിൻ്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നു പ്രവാചകന്മാരും പ്രവാചകിമാരും അതിൻ്റെ അകത്തിരിക്കുന്നേ. കാരണം യേശുവിന്റെ ആത്മാവിനെ ചുമക്കുന്ന നിങ്ങളുടെ അകത്ത് പ്രവാചക ആത്മാവ് ഉണ്ടെന്ന്. കാരണം ഏറ്റവും നല്ല പ്രവാചകനായിരുന്നു എൻ്റെ യേശു കർത്താവ്. ഏറ്റവും നല്ല ഇടയനാണ് എൻ്റെ യേശു കർത്താവ്. ഏറ്റവും നല്ല അപ്പോസ്തലനായിരുന്നു എൻ്റെ യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ ആത്മാവിനെ ചുമക്കുന്ന നിങ്ങളും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരുമാണ്. അവിടെ താഴ്വരയ്ക്കകത്ത് അയച്ചു വിട്ട ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. എന്ന് വെച്ചാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കിന് ജീവിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. കാരണം നാം ആരായിരിക്കും? ദൈവം ജീവനുള്ളവനാണ്. മരണത്തെ ജയിച്ചവനാണെങ്കിൽ ഈ അസ്ഥി കൂമ്പാരങ്ങൾ നോക്കി നീ പ്രവചിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അതൊരു സൈന്യമായി എഴുന്നേൽക്കും, നിശ്ചയം. ഈ താഴ്വരയ്ക്കകത്ത് ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി നടക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും അത്ഭുതം നടന്നിരിക്കും. നീ പോയതുപോലെ മടങ്ങി വരുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹേ പ്രവാചകനെ, നീ അവിടെ പോയി നിന്നുകൊണ്ട് ആ ശൂന്യതകൾ നോക്കി, അസാധ്യതകൾ നോക്കിക്കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനല്ല, നിന്നെ അയച്ചവനോട് ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കുവാനല്ല. നീ ചെയ്യേണ്ട കാര്യം എന്നോട് നീ പ്രവചിക്കണം. കാറ്റിനോട് പ്രവചിക്കണമെന്ന്. അതിൻ്റെ അകത്തും ജീവൻ ചലിക്കും. നീ പ്രവചിച്ചു കഴിഞ്ഞാൽ, നീ ഒരു വാക്ക് നിന്റെ അതരം തുറന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ചലനം വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കും? യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ബിജോയ് എന്ന ആ ദൈവാസുരൻ ദൈവാത്മാവിന്റെ ഈ പ്രഭാതത്തിൽ പ്രവചിക്കുന്നു. നിന്നെ ആ താഴ്വരയ്ക്കകത്ത് ഞാൻ അയച്ചത് ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കുവാനല്ലെന്ന്. നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു പ്രവാചക തല ഞാൻ കാണുന്നു, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. അസാധ്യതകളെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവാചകനാണ് നിങ്ങൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലായ്മയെ നോക്കി പ്രവചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉളവായി ചിലത് വരും. കുറച്ചുകൂടെ ഞാൻ താഴ്ത്തി പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ശൂന്യതകളെ നോക്കി പ്രവചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലത് ഉളവായി വരുമെന്ന്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവന്റെ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. നിന്റെ കരത്തിൽ ആ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്നേക്ക് 1 മാസത്തിനകം അങ്ങനത്തെ ചില താഴ്വരയ്ക്കകത്ത് ഞാൻ നിന്നെ അയക്കും. ഓ റബ ഷാഖിനി ബിഹൽമരാധന. താഴ്വരയ്ക്കകത്ത് നീ ഒറ്റയ്ക്കാന്ന് ചിന്തിക്കരുത് കേട്ടോ. ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശബ്ദം നിന്റെ നാവിൽ ഞാൻ കൈമാറി കഴിഞ്ഞു. റബ ഷാഖിൽമരാധുനബ. ശുശ്രൂഷകന്മാരിൽ വ്യത്യസ്തമായ ശുശ്രൂഷയുമായി ചിലർ ഭയപ്പെടത്തക്ക രീതിയിലുള്ള ഒരു ശുശ്രൂഷ ഞാൻ നിന്റെ മേൽ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഓ ഷബഹദനചരാതിരിബി. കഴിഞ്ഞ ദിവസങ്ങൾ നിന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിന്റെ ചിലരുടെ നോട്ടവും ചിലരുടെ സംസാരങ്ങളും നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു പോയി ഞാൻ ആത്മാവ് വിവേചിക്കുന്നു. എന്നാൽ അവർ ഭയപ്പെടത്തക്ക രീതിയിൽ
നിന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ തിരിക്കും. ഇസ്രയേലിൽ ഇങ്ങനെ പ്രവാചകനുണ്ടോ? ആ പ്രവാചകൻ വരുമ്പോഴത്തേക്കും ഭയപ്പെട്ട് തെരുവീതികളിൽ ഇരിക്കുന്ന ചിലർ ഭയപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു ശുശ്രൂഷ. ഹേ ശമൂവേൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന് പറയുന്നു, ചില ഭയപ്പെടത്തക്ക രീതിയിലുള്ള പ്രവചനത്തിന്റെ തലവുമായി ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ആ ദേശത്ത് നിന്നെ ഒരു ശമൂവേലായി പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ പ്രിയ മകനെ ബ്ലസ് ചെയ്യുകയാണ്. അടുത്തത് പ്രസംഗിക്കേണ്ട നയിക്കാനും. അടുത്ത് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് രോഗികളെ സൗഖ്യമാക്കണമെന്ന്? കാരണം യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അല്ലേ? ഒത്തിരി ജനക്കൂട്ടം കർത്താവിന് പുറകിലുണ്ട്. ചിലർ കഴിക്കാൻ, ചിലർ സൗഖ്യങ്ങൾ പ്രാപിക്കുവാൻ, അല്ലെ? ഇങ്ങനെയൊക്കെ ചിലർ കർത്താവിന്റെ വചനം കേൾക്കുവാൻ, ഉപഭോഗങ്ങൾ കേൾക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞല്ലോ, രോഗികളെ സൗഖ്യമാക്കാൻ ഉള്ള അധികാരം ഇത് എങ്ങനെ ലഭിക്കും? നീ കർത്താവിനോട് കൂടെ ഇരുന്നാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ചുമ്മാ ചോദിച്ചാൽ കിട്ടത്തില്ല. കർത്താവിനോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് കൈമാറിയിരിക്കും. അടുത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്തത് ഏറ്റവും എല്ലാവരും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഭൂതങ്ങൾ എന്ത് ചെയ്യണം? പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാൻ 12 പേരെ നിയമിച്ചു. ഇത് ശ്രദ്ധിച്ചേ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് 12 പേരെ പരിശുദ്ധാത്മ നിയമിക്കുകയാണ്, അധികാരം കൈമാറുകയാണ്. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കണമെന്ന്? ഈ ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ നിങ്ങൾ വഹിക്കേണ്ട ഒരു അഭിഷേകത്തിന്റെ തലമുണ്ട്. ചുമ്മാ പോയി പൗലോസിന്റെ, നിങ്ങൾ ആ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. പോയി ശാസിച്ചപ്പോൾ ഭൂതം തിരിച്ച് ചോദിച്ചു, യേശുവിനെ അറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് അറിയാം, നീ ആരാ? അല്ലേ? ചോദിച്ചില്ലേ, നീ ആരാ? ചോദിച്ചതിന് അവനൊന്നും അവിടുത്തെ തുണിയില്ലാതെ എന്ത് ചെയ്താ? ഓടിയെന്നാ പറഞ്ഞവര്. ഓടി എന്ന് വെച്ചാൽ നമ്മൾ വഹിക്കേണ്ട അഭിഷേകത്തിന്റെ തലം അത്രയ്ക്ക് അധികമായിരിക്കണം. ഈ ഭൂതങ്ങളുടെ നമ്മൾ പറഞ്ഞല്ലോ, ഭൂതങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇവരൊക്കെ എത്ര അവരുടെ ലൈഫിൽ ഈ ഭൂതങ്ങളെല്ലാം ആ ശുശ്രൂഷ കഴിഞ്ഞ്, ഭൂതങ്ങളൊക്കെ പുറത്താക്കി ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ആ ബന്ധം, പിതാവുമായുള്ള ബന്ധമുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാൽ പോലും ഈ ഇവിടുന്ന് പോയമാരുണ്ടല്ലോ, പുള്ളി പറഞ്ഞു വിട്ടില്ലേ, അവർ ചെറിയൊരു കാര്യം നോക്കി നിൽക്കും. ഇവൻ എവിടെയെങ്കിലും തട്ടണം, അടിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കാരണം ഈ ബന്ധത്തിൽ ഇരുന്നാൽ മാത്രമേ ഇവനെ തകർക്കാൻ കഴിയത്തുള്ളൂ. പിശാചിന്റെ സാമ്രാജ്യങ്ങളെ അടച്ചു പൊട്ടിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. അവൻ ഈ ഭൂമിയിൽ പണിതുയർത്തിയ അവന്റെ കോട്ടകളെ ഇടിച്ചു കളയുന്ന ഒരു ക്രിസ്തുവിന്റെ തലമുറകളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ കൂടെ ഇരിക്കണം. കർത്താവ് ആദ്യം പറഞ്ഞേ, യേശുവിനോട് കൂടെ ഇരിക്കണം. എന്നോട് കൂടെ ഇരുന്നാ നിനക്ക് ഇതെല്ലാം ഞാൻ തരും, നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ തരും. നിങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട, എന്നോട് കൂടെ ഇരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ മേൽ അസാധാരണമായി വ്യാപരിക്കും. ഏതാ? ഭൂതങ്ങളുടെ ശുശ്രൂഷ. ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിങ്ങൾ നോക്കിയേ, ഈ ഭൂതങ്ങളുടെ ശുശ്രൂഷ. ഞാൻ ആദ്യമായി കട്ടപ്പന എന്നൊരു സ്ഥലത്ത് പോയി, നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് ഞാൻ പറയുക. കട്ടപ്പന എന്ന സ്ഥലത്ത് ഒരു IPC ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷ ശക്തമായി അന്ന് 7 ദിവസം ഫാസ്റ്റിങ്, ഉപവാസ പ്രാർത്ഥന നടക്കുക കേട്ടോ. ഭയങ്കര പ്രാർത്ഥനയാണ്. അവിടെ 4-ാം ദിവസം എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കാൻ കർത്താവിന്റെ വചനമായി നിൽക്കുന്നു. അസാധാരണമായ വചന വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൃപയാൽ എനിക്ക് നൽകി.
ശക്തമായി വചനം വെളിപ്പെട്ടപ്പോൾ, ഈ വചനം വെളിപ്പെട്ടപ്പോഴത്തേക്ക് വചനം ഏത് വാളിനേക്കാളും ഇരുവായി തലയുള്ള മൂർച്ചയേറിയ ആയുധമാണ്. ഞാൻ വിശ്വസിച്ച് അതങ്ങനെ ഈ വചനം പതിയെ വെട്ടാൻ തുടങ്ങി. ഈ വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അകത്തിരിക്കുന്ന പുള്ളിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. പുള്ളിക്ക് തീ പിടിച്ച അവസ്ഥയായിപ്പോയി. പുള്ളി തുള്ളിച്ചാടി ആടാനൊക്കെ തുടങ്ങി. ഞാനും അടുത്ത് ചോദിച്ചു, ഇത് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പിശാശ് പോഷ്കിന്റെ അപ്പനുവാ, മിക്കവാറും നമുക്ക് അഡ്രസ്സൊക്കെ കിട്ടും. ഞാൻ ആരാ എന്താ എവിടുന്ന ഒന്നും ചോദിച്ചില്ല, പേര് മാത്രം ചോദിച്ചുള്ളൂ. അവിടുത്തെ പത്രകാളിയാന്ന് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ ആളാണ് വന്ന് കയറിയിരിക്കുന്നത്. പ്രാർത്ഥിച്ചു. ഇങ്ങനെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ആദ്യമായിട്ടാണ് ഈ ഭൂതം ഈ പുറത്തു വരുന്നത്. ഞാൻ ദുരാത്മാവ് പുറത്തു വന്ന് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുകയാണ്. ചെറിയൊരു ഭയം എൻ്റെ അകത്ത് വന്നു. ചെറിയൊരു ഭയം അകത്ത് വന്നു. ഇതിങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആടുകയാണ്. പെട്ടെന്നൊരു ഭയം എൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്കും ദൈവമേ, പിശാചിനെ നോക്കി പറയുകയാണ്, ആ ഭൂതം എന്നെ നോക്കി പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഭയം ഞാൻ എന്ത് ചെയ്തു കണ്ടു. നിങ്ങൾ കണ്ടോ? ഞാൻ എൻ്റെ അകത്ത് ആർക്കും അറിയത്തില്ല. അവിടെ ഞാൻ ഭയന്ന് എനിക്ക് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഭൂതം എന്നെ നോക്കി പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ ആഴത്തിലെ ഭയം ഞാൻ കണ്ടു. ഞാൻ തിരിഞ്ഞ് കർത്താവിനോട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ അധികാരം എനിക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ അങ്ങനെ അതിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നാം പോലും അർഹിക്കാത്ത ചില അഭിഷേകത്തെ ചുമക്കുവാൻ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെവിടേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ തലയിലോട്ട് കൈവച്ചു. തല കഴിച്ചുമ്പം പിശാച് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നീന്തണം, കൈയെടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ തല എന്തിയേ? അപ്പൊ ചില വെളിപ്പാടൊക്കെ എന്നൊക്കെ പിശാച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിശാച് ഞാൻ സമയത്ത് ഞാൻ തലയെ കഴിച്ചപ്പോൾ പിശാച് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്കണം, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, നിന്റെ കഴുത്തിൽ കൈയെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ നിന്റെ തല എന്തിയേ? പിശാച് എന്നോട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ തല നിന്റെ ദൈവമല്ലേ കാൽവറിയിൽ ചവിട്ടി തകർത്തത്. ആമേൻ. പിശാച് പറയുകയാണ്, എൻ്റെ തല നിന്റെ ദൈവമല്ലേ കാൽവറിയിൽ ചവിട്ടി തകർത്തതെന്ന്. ചില സത്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞാലേ നമുക്ക് ബോധം വരത്തുള്ളെന്ന്. അല്ലേ? ശരിയല്ലേ? ഇത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. നാം ജയിച്ചവന്റെ മക്കളാണ്. എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്നത്? അവന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് ഒരു അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെന്ന്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നാം അവനോട് കൂടെ ഇരുന്നാൽ മാത്രം മതി. ഒന്ന് ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവനോട് കർത്താവ് എന്തുകൊണ്ടാണ് 12 പേരെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തത്? 1, തന്നോട് കൂടെ ഇരിക്കാൻ. 2, പ്രസംഗിക്കാൻ അയക്കാൻ. 3, രോഗികളെ സൗഖ്യമാക്കാൻ. 4, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതം പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയട്ടെ. ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രസംഗിക്കാൻ അയക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇന്ന് ഈ പ്രഭാതത്തിൽ ആരുടെ മേൽ ചലിക്കുന്നുണ്ട്. ഇന്ന് തീരുമാനമെടുക്കാവൂ. നിങ്ങൾ ഈ പ്രഭാതത്തിൽ, ഞാൻ ഇരിക്കാൻ റെഡിയാണ്. നിങ്ങൾ ഇരിക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ അയക്കാൻ റെഡിയാ. നിങ്ങൾ ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ഉറപ്പാ. നിങ്ങൾ ഇരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഭൂതങ്ങൾ നിങ്ങളെ കണ്ട് ഭയന്നു പോകും. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഒരുമിച്ച് നേൽപ്പിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവിന്റെ എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരങ്ങൾക്കായി സ്തോത്രം. അധികാരത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പ്രിയനെ. ഞങ്ങൾ ഇരിക്കാൻ റെഡിയാണപ്പാ. ഞാൻ ഇരിക്കാൻ റെഡിയാണ്. നിന്നോട് കൂടെ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞാൻ റെഡിയാണെന്ന് എത്രയൊക്കെ പറയാൻ കഴിയും? ഇന്ന് അങ്ങനെ പറയുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അധികാരങ്ങളെ കൈമാറുകയാണ് കേട്ടോ. അങ്ങനെ അതരങ്ങൾ തുറന്ന് പറയുന്നവരുടെ മേൽ ചില അധികാരങ്ങളെ കൈമാറുകയാണ്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ തലത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആരൊക്കെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പ്രാപിച്ചു കൊള്ളുക.
ചിലരുടെ മേൽ അസാധമായ പ്രവാചകന്റെ തലം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ മേൽ അസാധാരണമായ രോഗശാന്തിയുടെ വരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ മേൽ ഇന്ന് രാത്രി പിശാചുകളെ പുറത്താക്കേണ്ട അധികാരങ്ങൾ ഇന്ന് പകൽ കൈമാറിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങൾ. ആ രോഗികൾ കൈവച്ച രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറി ഓടും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഷാഖാൽമാർ സർപ്പങ്ങളെ ചവിട്ടും. പ്രവചനം പ്രിയ പിതാവേ, ഞാനിവരെ ബ്ലസ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവർ അത്ഭുതമായി മാറട്ടെ. പിതാവിനോട് കൂടി ഇരിക്കുന്ന സമയം വർദ്ധിക്കട്ടെ, ചേർന്നിരിക്കട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്യും, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനോട് കൂടെ ഇരുന്നാൽ ദൈവം നിങ്ങൾ അയക്കും, ദൈവം നിങ്ങൾ അസാധാരണമായി ഉപയോഗിക്കും. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന തിരികെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ തിരിച്ച് കർത്താവ് ബിൽഡ് ചെയ്യാൻ പോവുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാലം എന്നെ ക്ഷണിച്ച പ്രിയ ദൈവദാസോട് നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ശക്തമായി പരിശുദ്ധാത്മാക്കൾ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കുക, കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ.